ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് നാൾ കൂടിയിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹണി ബീ ഡ്രസ്സാണ്. അപ്പം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 1 മീറ്ററോളം നമ്മുടെ വെൽവെറ്റ് മെറ്റീരിയൽ, ബ്ലാക്ക് കളർ വെൽവെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന സാറ്റിൻ മെറ്റീരിയലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാറ്റിൻ മെറ്റീരിയലും ഞാൻ എന്തോ തയ്ച്ചതിൻ്റെ ബാക്കി വന്നൊരു പാച്ചാണ് എടുത്തത്. ഞാൻ അഡീഷണലായിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഇതേപോലെ നമ്മുടെ മെറ്റീരിയൽ, അതായത് നമ്മുടെ വെൽവെറ്റ് മെറ്റീരിയൽ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പം ഇത് ചെയ്യുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ആൾക്കൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആൾ വണ്ണം തീരെ കുറവായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഞാൻ വെൽവെറ്റിൽ ഒരു 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 5 ഇഞ്ച് തന്നെ ഞാൻ ആം ഹോളും മാർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ആം ഹോൾ കർവ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം മോൾക്ക് ചെസ്റ്റ് സൈസ് വരുന്നത് 21 ആണ്. 21നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5.25 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഈ 5.25 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് ഞാൻ ഏകദേശം ഒരു 7 ഇഞ്ച്, കുറച്ച് കൂടുതൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇനിയുള്ള നമ്മുടെ പാറ്റേണിംഗ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതൊരു ഹണി ബീയുടെ പാറ്റേണിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റിനെക്കാട്ടിലും വണ്ണം കൂടിയാണ് താഴേക്ക് പോകുന്നത്. അതായത് ഒരു ബോൾ പോലെയാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ ചുരിദാർ കട്ടിങ് പോലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നല്ല വീതിയിലാണ് താഴേക്ക് പോകുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഒരു ക്രോച്ച് വരെയുള്ള ഒരു അളവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 16-17 ഇഞ്ചോളമാണ് ഞാൻ ക്രോച്ച് ലെവലായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രോച്ച് ലെവൽ കുറച്ചുകൂടി താഴേക്ക് ഇറക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾ ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോച്ച് ലെവൽ കുറച്ചുകൂടെ താഴ്ത്തിയതിന് ശേഷം താഴേക്ക് ഇതേപോലെ ഒരു കോൺ പോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലൊരു ഷേപ്പിലാണ് വരുന്നത്. ഇനി ഞാനിതിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലാണ് ഓപ്പണിങ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്ക് ഞാൻ ഫ്രണ്ടും ബാക്കും ഓൾമോസ്റ്റ് സിമിലർ ഇതിലായിട്ട് തന്നെ, സിമിലർ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതേപോലെ അടിഭാഗത്തായിട്ട് ഒരു കർവ് പോലെ വളച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാലിറക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി ഒരു കർവായിട്ട്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു ട്രൗസറിനൊക്കെ കാല് കൊടുക്കുന്ന അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മുടെ ആം ഹോളും അതേപോലെ തന്നെ നമ്മുടെ കാലിറക്കാനുള്ള ആ ഒരു പോയിൻറ്റും അവിടുന്ന് താഴേക്കുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇടഭാഗത്ത്, അതായത് നമ്മുടെ ആ ഒരു ചെസ്റ്റ് തൊട്ട് ഹിപ്പ് വരെയുള്ള ഒരു പാർട്ടിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. അത് ഇങ്ങനെയാണ് നമ്മളത് ഇതേപോലെ നമ്മൾ ചുരിദാറിനൊക്കെ ഷേപ്പ് ചെയ്യുന്നത് പോലെ ഷേപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ നമ്മുടെ സിന്തറ്റിക് കോട്ടൺ പഞ്ഞി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു എന്താ പറയുക, ഒരു ബോൾ പോലെ ഒരു ഉരുണ്ട ഷേപ്പിലേക്ക് നമ്മളിതിനെ ആക്കിയെടുക്കുന്നത്. അതിന് കണ്ടിന്യൂസ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പം ഞാൻ ഇതേപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത അതേ സൈസിലൂടെ തന്നെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ സാറ്റിൻ, അതായത് യെല്ലോ ഷെയ്ഡിലുള്ള സാറ്റിൻ മെറ്റീരിയൽ ഞാൻ ഒരേ വീതിയിൽ കുറച്ച് പീസുകളൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ്. നമുക്കറിയാം ഹണി ബീയുടെ ദേഹത്ത് ഇതുപോലുള്ള യെല്ലോ ലൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ലൈൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരേ വലിപ്പത്തിൽ ഏകദേശം ഒരു 6 സാറ്റിൻ പീസുകളാണ് എടുക്കുന്നത്. ഫ്രണ്ടിലേക്ക് 3 ബാക്കിലേക്ക് 3 പീസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വെൽവെറ്റിലേക്ക് നമ്മൾ ഇതേപോലെ ഈ സാറ്റിൻ മെറ്റീരിയൽ ലൈൻസ് പോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഇതേപോലെ 3 പീസുകളും വെച്ച് ഒരു ലൈൻ പോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മുടെ ലൈനിങ് ഇതേപോലെ മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തൈസ് ഭാഗം അല്ലെങ്കിൽ കാലിടാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഗ്യാപ്പിൻ്റെ ഏരിയ മാത്രം നമ്മളൊന്ന് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് ബാക്കിൻ്റെയും ഇതേപോലെ തന്നെ ആ തൈസിൻ്റെ ഭാഗം അല്ലെങ്കിൽ കാലിറക്കാനുള്ള ആ ഒരു പാർട്ട് മാത്രം നമുക്കൊന്ന് ഇതേപോലെ മെഷീനിൽ അടിച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. നമ്മുടെ ആ കാലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്രോച്ച് ഏരിയയിലേക്ക് ഒരല്പം ഷാർപ്പായിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോച്ച് ഏരിയ നമ്മൾ ഒരുമിച്ച് എല്ലാ പീസിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും എല്ലാ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കൂട്ടിയടിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈഡ് വാഷം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വെൽവെറ്റ് പീസ് മാത്രം, സൈഡ് ഭാഗത്തെ വെൽവെറ്റിൻ്റെ പീസ് മാത്രം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വെൽവെറ്റിൻ്റെ ഏരിയയും സെപ്പറേറ്റും അതേപോലെ തന്നെ ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. കാരണം ഈ വെൽവെറ്റിൻ്റെയും നമ്മുടെ ഈ കോട്ടൺ ലൈനിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ കോട്ടൺ അതായത് പഞ്ഞി വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ സൈഡ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ആം ഹോളും നെക്കും ഷോൾഡറും ഒക്കെ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനൊരു ഓപ്പണിംഗ് കൊടുക്കണം. ബാക്ക് ഓപ്പണിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ബാക്കിലായിട്ട് സെൻറ്റർ ഭാഗത്തൂടെ ഒരു കട്ടിങ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ ഫ്രോക്കിനും അല്ലെങ്കിൽ അതുപോലുള്ള ഡ്രസ്സുകൾക്കും ഒക്കെ ചെയ്യുന്ന പോലെ അത്ര ഫിനിഷ്ഡ് ആയിട്ടല്ല ഇത് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് സിപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ലൈനിങ്ങും നമ്മുടെ ആ മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് സിബ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ സിബ് വെക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മളൊരു 2-3 പ്രാവശ്യം അതൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നോക്കണം. കാരണം എങ്കിലേ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ സിബിനൊരു ഡാമേജ് എങ്കിൽ നമുക്കത് ഇരട്ടിപ്പണിയാൻ വീണ്ടും നമ്മൾ അഴിച്ച് വേറെ സിബ് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ലൂക്കൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സിബ് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സിബ് ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിബ് ഓപ്പൺ ചെയ്തിട്ടില്ല, ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ട്രാക്ക് സൈഡ് വശത്ത് വരത്തക്ക രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സിബ് ക്ലോസ് ചെയ്ത് നോക്കുകയാണ്. കാരണം എന്തെങ്കിലും ട്രാക്കിൻ്റെ മണ്ടയിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് നമുക്ക് റണ്ണർ മൂവ് ചെയ്യിക്കാൻ സാധിക്കത്തില്ല, എവിടെയെങ്കിലും വരുമ്പോൾ ഒക്കെ സ്റ്റക്കായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ സിന്തറ്റിക് കോട്ടൺ അല്ലെങ്കിൽ സിന്തറ്റിക് പഞ്ഞി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ക്ലോത്ത് വെച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബേബി ടോയ്സിനകത്തും സോഫ്റ്റ് ടോയ്സിനകത്തും ഇതേപോലത്തെ സിന്തറ്റിക് പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിന്തറ്റിക് പഞ്ഞിയാണ് ഞാൻ ഇതിന് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1/2 kg സിന്തറ്റിക് കോട്ടനാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അത്രയും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പം ഇത് ആ 1/2 kg സിന്തറ്റിക് കോട്ടൺ ഒരു 50 റുപ്പീസ് അടുത്തൊക്കെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഇതുപോലത്തെ സ്റ്റിച്ചിങ് ആക്സസറീസ് വാങ്ങിക്കുന്ന എല്ലാ കടകളിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് വിൽക്കുന്ന കടകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാനിത് കുത്തിക്കയറ്റുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ ഇടയിലായിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ നെക്കും ഷോൾഡറും ഒക്കെ ഫിനിഷ് ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിന്തറ്റിക് കോട്ടൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഇതൊരു പില്ലോ പോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബീഡ് അല്ലെങ്കിൽ ഈ ഒരു ഹണി ബീഡ് ഡ്രസ്സിൻ്റെ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ സിന്തറ്റിക് കോട്ടൺ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് മെഷീനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ അടിക്കുന്ന പോലെയല്ല, ഇച്ചിരി ഒരു ടഫാണ്. ഇനി നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വെൽവെറ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ ലൈനിങ്ങും തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫ്രണ്ടിൻ്റെ മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് അടിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിൻ്റെ മെയിൻ ക്ലോത്തും ബാക്കിൻ്റെ ലൈനിങ്ങിൻ്റെ നെക്കും കൂടെ ചേർത്ത് ഇതേപോലെ ഞാൻ അടിച്ചെടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ വെൽവെറ്റും ഫേസ് ചെയ്തിരിക്കുക, അതായത് മുട്ടി നിൽക്കത്തക്ക രീതിയിൽ ക്ലോത്ത് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആം ഹോളും നെക്കും ഫിനിഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അഡീഷണലായിട്ട് ക്രോസ് പീസുകൾ യൂസ് ചെയ്തിട്ടാണ് നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്ത് എടുക്കുന്നത്. കോട്ടൺ മെറ്റീരിയലിൻ്റെ ലൈനിങ് തന്നെയാണ് ഈ ക്രോസ് പീസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്രോസ് പീസിന് വീതി ഒരു 1 ഇഞ്ച് വിട്തൊക്കെ മതിയാവും. നമ്മൾ ചെറിയ രീതിയിലാണ് അടിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭയങ്കര ഫുള്ളി പെർഫെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫിനിഷ്ഡ് ആയിട്ടോ അല്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 1 ഡേ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര കാര്യമായിട്ട് ഫിനിഷിങ്ങിൻ്റെ കാര്യം നോക്കുന്നില്ല ഇതിൽ. ക്രോസ് പീസുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ഇതേപോലെ ഒരു 45 അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ആംഗിളിൽ വെച്ചതിന് ശേഷം കൂട്ടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിവർത്തി കഴിയുമ്പോൾ ഒരു നേരെയുള്ള ഒരു സ്ട്രിപ്പ് പോലെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അടിച്ചെടുത്ത ക്രോസ് പീസ് ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുൻപിൽ വെച്ചതിന് ശേഷം നമ്മൾ അടിക്കുകയാണ്. നെക്കിലൂടെ അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ക്രോസ് പീസ് ഇതേപോലെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ കൂടെ ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. വെച്ച് നോക്കുമ്പം ആം ഹോൾ അടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പഞ്ഞിയൊക്കെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെഷീനിൽ വെച്ചിട്ട് അടിക്കാനായിട്ട്. എങ്കിലും നമ്മളത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ മോൾക്ക് സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു മോളുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.